Listen to this. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. ഈ കേരളത്തിൽ ഇത് ചെയ്യാൻ പോകുന്നത് എന്താ അറിയാം? കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു 10-13 A ക്ലാസ് മണ്ഡലങ്ങൾ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് BJPക്ക് ഇങ്ങനെ എഡ്ജുള്ള ചെറിയ 50 വോട്ട് 100 വോട്ട് 200 വോട്ട് 1000 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ മാത്രം നിൽക്കുന്ന ചില സ്ഥലങ്ങൾ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ ഈ SIR തീരുമ്പോഴേക്കും അവിടെ അതിനനുസരിച്ചൊരു പ്ലാന്റേഷൻ എന്ത് ചെയ്യും നടത്തും. അത് ഭാവനയിൽ നിന്ന് പറയുകയല്ല, തൃശ്ശൂർ അതിന് ഉദാഹരണമാണ്. ഫ്ലാറ്റിൽ ആളുകളെ കൊണ്ടുവന്ന് അവിടെ അത് ചെയ്തു. അത് ചർച്ചയായപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ, BJPയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, ഞങ്ങൾ കാശ്മീരിൽ നിന്നാണെങ്കിലും ആളുകളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, ഞങ്ങളിത് ചെയ്തിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. അപ്പോൾ അത് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഒരു പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ 2026 തെരഞ്ഞെടുപ്പ് മുമ്പ് ഈ SIR ഒരു തീവ്രമായി നടപ്പാക്കുന്നു എന്നതിൽ ആ ലക്ഷ്യം ഉണ്ട് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയേ പറ്റുള്ളൂ.